ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ടു അൽ ഷസാം. നമ്മളിന്ന് BYD എന്ന് പറഞ്ഞ കാറിൻ്റെ ഒരു പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ട്. BYD എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണാനായിട്ട് നമുക്ക് ഇൻവൈറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് BYDയുടെ കാർ കാണാൻ. ഞാൻ സിബിനോളജി, നമ്മുടെ നൊമാഡിയൻ, SKP, യാസർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് വി ആർ ഗോയിങ് ഗൈസ്. അപ്പാമാർ താഴെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ജെറ്റ് ടൂർ എടുത്തുകൊണ്ട് നേരെ പോകും. ജെറ്റ് ടൂറാണോ എന്തോ ആയിരിക്കും. ജെറ്റ് ടൂർ എടുത്ത് നമ്മൾ നേരെ BYDയുടെ പരിപാടി കാണാനായിട്ട് ഏതൊരു ഗോൾഫ് കോഴ്സിൽ പോകുന്നു. ഇപ്പം ആരിത് പുതിയ കണ്ണാടിയൊക്കെ വെച്ചിട്ട്? വേറെ ആരും ഇല്ലേ? SKP ഉണ്ടോ? എന്താണ് എല്ലാവരും മിണ്ടായിരിക്കണത്? ഒരു എനർജി ഇല്ലാത്ത ഇതാടാ ക്രിസ്മസിൻ്റെ. നിങ്ങൾ മറ്റേ മിക്സിങ്ങിനാണ്. ഓക്കെ നെൽബി ഗേഡൻ. കഷ്ടം, നമ്മളെപ്പോഴും ഈ വണ്ടികളാണ് കറങ്ങുന്നത്. പക്ഷെ നിങ്ങൾ ആരും മിണ്ടണ്ട, എസ്പെഷ്യലി ഈ സുബിനോളജി ഇല്ലേ ഗൈസ്. ഇന്നൊരു വീഡിയോ സുബിനോളജിയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്നാണ് ദിവസം, ഇന്ന് 24-ാം തീയതി ഗൈസ്. നല്ല കുക്കർ മന്തി, അതിൻ്റെ അകത്ത് നല്ലിയും നല്ല പൂ പോലെ ഇരിക്കണ ബീഫും, എന്നിട്ട് സ്വന്തം ഭാര്യയുമായി അയാള് പോയി. ഏത് നമ്മളാ കൊണ്ടുപോവാ നീ പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞടാ. നമുക്ക് ചായ കുടിച്ചിട്ട് പോയാലോ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. ചായ ടീ ബ്രേക്ക്. ഗൈദവേ ഗൈസ്, ഈ പറഞ്ഞ കുക്കർ മന്തി നാളെ നമ്മൾ പോകണുണ്ട് ഇല്ലേ? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടാ. എന്റെ അമ്മച്ചി, ഒരു രക്ഷയില്ല. നമ്മൾ നാളെ പോകുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഈ വീഡിയോ തന്നെ അത് കണ്ടിന്യൂ ചെയ്യായിരിക്കും. പക്ഷെ നാളെ നമ്മളുടെ മെയിൻ അജണ്ട ആ കുക്കർ മന്തി. 24 hours later. ഹലോ ഗൈസ്, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് നമ്മൾ എത്തിയിരിക്കുകയാണ് മറ്റേ കടയിൽ, മവാരിദ് അൽ ജൂസ്, മറ്റേ കുക്കർ മന്തി കഴിക്കാനാണ് ഗൈസ് നമ്മൾ വന്നത്. ഗൈസ് ഇവിടെയാണ് അന്ന് അവര് വന്നപ്പോഴും ഇരുന്നത് അല്ലടാ? നീയാണ് അന്ന് വീഡിയോ എടുത്തത്. അപ്പൊ നീ കഴിച്ചല്ലേ ഗൈസ്? ചക്ക ഡ്രിങ്ക്. ഗൈസ് സ്റ്റാർട്ടറായിട്ട് നമ്മൾ സാധനം പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ. അത് കലക്കിയാട്ടാ നമ്മളെ കൊതിപ്പിച്ച സാധനം. വലൈക്കുസ്സലാം. മുട്ട ഐറ്റം കാണിച്ചിരുന്നേട്ടാ. ഒരു മിക്സിങ് ഉണ്ട്. സെറ്റ്. കൈയിട്ട് കഴിഞ്ഞപ്പോ എല്ലാം കൂടെ വിവരം അറിയും. എന്റെ പൊന്നോ ഗൈസ്, ലുക്ക് അറ്റ് ദോസ്. ഓ മൈ ഗോഡ്. നിങ്ങളൊരൊറ്റ വീഡിയോ, വേറെ ഒന്നുമല്ല കേട്ടാ. ഇതിൻ്റെ ഒരൊറ്റ വീഡിയോ കാരണമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പ്ലേറ്റ്. ഗൈസ്, നെല്ലി ഈസ് ഔട്ട്. നെല്ലി മിക്സ്, ദ പെർഫെക്റ്റ് ഉരുള. നെല്ലി, ബീഫ് ആൻഡ് ചോർ. ബിസ്മില്ല. ഓ എൻ്റെ അമ്മ. പോയി എൻ്റെ അമ്മ. വരിക, കഴിക്കുക. അതല്ലാതെ എനിക്ക് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല എന്ന് വെച്ചാൽ ബോൺ മാരോടെ നമ്മളെ മലബാർ റീജിയനിൽ മെയിൻലി നമ്മൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ച് കഴിക്കുന്നതാണ്. ചെന്നൈയിലും നല്ല ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫ്ലേവറാണ്. ഇത് കഴിച്ചു നോക്കണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ. മോസ്റ്റ് ഹെൽത്തി. സനി ഇവിടെ വരുമ്പോഴേ സനിക്ക് മസ്റ്റായിട്ടും മേടിച്ചു കൊടുക്കാനുള്ള സാധനം അത്.
ഇത്ര ടേസ്റ്റ് സാധനം എടാ ഞാൻ കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ് കഴിച്ചിട്ട്. ഒരു ടേസ്റ്റ് അല്ലേ മാൻ, മസ്റ്റ് ട്രൈ കേട്ടോ. ദുബായിൽ വരുന്നവർ പ്ലീസ് കം ടു. എന്നിട്ട് കടയിൽ വരുന്നില്ല മവാറദൽ ജൂദ. ഓ പേര് ചീത്ത പോലെ ഉണ്ട്. മവാറദൽ ജൂദ്. നല്ല ഭക്ഷണത്തിന് എന്ത് പേര്? കിടിലം. എന്റെ മോനെ അവന്റെ വൃത്തിയില്ലേ, എന്റെ വൃത്തി. സൈസ് അവന്റെ കുഴ ഉണ്ട്, ഞാൻ കുഴയ്ക്കാം. എന്റെ കുഴയിൽ പച്ചമുളക് വെക്കണം. പച്ചമുളക് ഫുള്ള് വെക്കഴിഞ്ഞാലേ റിസോഴ്സ് തീർന്നു പോകും. റിസോഴ്സാ ഇതിങ്ങനെ വെച്ചിട്ട് ഗൈസ്, ഈ സാധനത്തിന്റെ ആള് വന്നിരിക്കുകയാണ് ബ്രോ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എനിക്ക് വളരെ, ഞാൻ കുറെ നാൾക്ക് ശേഷം നമ്മൾ മനസ്സ് നിറഞ്ഞല്ലടാ ഫുഡ് കഴിച്ച്. അത്ര രസമായിരുന്നു, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇത് കണ്ടുപിടിച്ച ആളെ ഒന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ വന്നാലും വളരെ സന്തോഷം. ഇവിടെ പല കാര്യങ്ങളും. ഒന്ന് മറ്റേ ബീഫ് റിബ്സ് മന്തി പുള്ളിയാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ശരിക്കും കുക്കറിൽ കസ്റ്റമറെ മുമ്പിൽ പിന്നെ ഫസ്റ്റ് കുക്കർ മധുവത്ത് കൊണ്ടു കൊടുത്തത് ഇവിടുന്നാണ്. അത് ശരി, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നുള്ള നിലക്ക്. പിന്നെ ഈ ഫീൽഡിൽ ഒരുപാടായി, പിന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അത് ശരി, അങ്ങനെയൊക്കെയുള്ളൊരു ദൈവം തന്നൊരു സഹായം. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ പാർട്ട്ണർ പറഞ്ഞ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണം. അപ്പോൾ ഒരു വെറൈറ്റി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വല്ലാത്ത വെറൈറ്റി ആയി പോയി. ഒരു കുക്കിനെ സംബന്ധിച്ചിടത്തോളം ശമ്പളം അല്ലെങ്കിൽ സാമ്പത്തികമൊന്നല്ല, അത് കഴിച്ച ആളുകൾ ആ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടുള്ള അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. അല്ല, പുള്ളി തന്നെ നമ്മോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പുള്ളി എന്നോട് പറഞ്ഞു, മുമ്പർക്ക് ഇവിടെ എത്തി തുറന്ന് ഇടുന്ന വരെ ടെൻഷനാണ്. അത് നമ്മൾ ഒരാളുടെ അല്ല, ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് കസ്റ്റമറിന്റെ ഓരോരുത്തരുടെ പുള്ളിക്ക് ടെൻഷനാണ്. സത്യത്തിൽ വെച്ചാൽ മാനസികമായിട്ട് സാമ്പത്തികമായിട്ടോ അല്ല എൻ്റെ വ്യക്തിപരമായിട്ടോ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളല്ല. പക്ഷെ നമുക്ക് ഈ കുക്കിനെ സംബന്ധിച്ച് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കിയാൽ അത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം വരുന്നവരെ മാനസികമായിട്ട് വലിയ ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ചോദിക്കും, കാരണം 20-22 വർഷമായി മന്തി തന്നെ. പക്ഷേ ഇത്രയും കാലമായിട്ട് എനിക്കെന്താ അങ്ങനെ. പക്ഷേ ഇപ്പം നിങ്ങളെ ഈ സന്തോഷം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ വളരെ ഹാപ്പിയാണ്. Yesterday. ഗൈസ്, മലബാർ ടിഫിൻ ഹൗസിന്റെ വാരിയൽ പിസ്സ അല്ല വാരിയൽ പപ്സ്. ഓ ഇങ്ങനെയാണോ? ചായയും അല്ല കാപ്പിയും ചായയും. ഇതെന്റെ ചായ. ഒരു ചായയും കൂടെ വരാണ്ടല്ലോ. നീ ചോക്കപ്പറാണോ അവിടെ കഴിച്ചോണ്ടിരിക്കുന്നത്? സൂപ്പർ സൂപ്പർ. അങ്ങനെ യാസർ വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ ഫോണിൽ കയറി നല്ല വിളിച്ചോ കൊണ്ടേട്ടാ. നമ്മളങ്ങനെ എത്തി ഗൈസ്. BYD ടോണിക്കുട്ടൻ വന്നു. ടോണി, ഹായ് ടോണി. ദിസ് ഇസ് ടോണി. ഇത് സുബിനോളജി, ഇത് യാസർ, അത് SKP, ഇത് നൊമാഡിയൻ, ഇത് സുബിനോളജി. സോറി ഗൈസ്, അവളെ പേരുണ്ടോ? അത് കേട്ടാ മതി. ഇവിടെ ഇതൊക്കെ EV ആടാ, ബാറ്ററി വണ്ടിക്ക്. എന്റെ ദൈവമേ, ആരെയാണോന്ന് ഞാൻ കൊണ്ടുവന്നത്. കോപ്പിറൈറ്റ്. ഇങ്ങനെയൊക്കെ ഒരു ഇവന്റിൽ വന്ന് ഇങ്ങനെ പാട്ടിടാവോ അളിയാ. ഇതാണ് ഗൈസ് വണ്ടി, BYD ഷാർക്ക് 6. എടാ വലിയ വണ്ടി കണ്ടാ, ഇലക്ട്രിക് ചാർജ് കണ്ടാ, ഇലക്ട്രിക് വണ്ടിയാണ് കണ്ടാ. ലൈറ്റ് കത്തണ. നിന്നെ പോലത്തുള്ളവർക്ക് പറഞ്ഞു തരാം, ഇതിവിടെ പെട്രോൾ അല്ലേ പറഞ്ഞത്. ഇടി അരിയോടെ ഇത് ക്വാളിറ്റി കുറഞ്ഞാണല്ലോ. സെലോ ടൈപ്പ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ഇത് ഒട്ടിപ്പ സൂത്രം, ഇത് തൽക്കാല അഡ്ജസ്റ്റ്മെന്റ്. എല്ലായിടത്തും കാറാണ് ഗൈസ്, സൂപ്പർ കാറാണ് നടക്കുന്നത്. എനിക്ക് എന്താ ഇത് ഇഷ്ടപ്പെട്ടു. ഇവരൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ അകവും കൂടെ കാണിച്ചു തരായിരുന്നു. ബാക്കിൽ ഇഷ്ടംപോലെ ടയറുണ്ട് ഇവിടെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ഗൈസ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറാണ് ഗൈസ് BYD ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ വളരെ മനോഹരമായ ഒരു ഇന്റീരിയർ നിങ്ങൾക്ക് കാണാം. നല്ല ഒരു സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. നൊമാഡിയൻ കാറിൻ്റെ അകത്ത് കയറി ഇത് കാർ കയറുക, എന്നിട്ട് നല്ല സ്റ്റിയറിംഗ് ആണ്, നല്ല ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഫുൾ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഇവിടെയും നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെയാണ് AC വെന്റ്. ഇവിടെ എന്താ AC വെന്റ് ഇവിടെ അല്ല ഇവിടെയല്ലേ പണ്ട് പൊതുവെ കൊടുത്തോണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ സൈഡിൽ കൊടുക്കായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് AC അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതുപോലെ ഒരു ടാബാണ്. ഇതെന്താ ഒന്നും പറ്റിയില്ല, മാറവിടെ. ഇത് നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഇതാണ്ട് ഇത് നമുക്ക് നെക്കി കഴിഞ്ഞാൽ FM വന്നു. നമുക്കിവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ പ്രഷറും ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു കൺസോൾ വരുന്നത്. പാർക്കിംഗ്, റെയർ, ന്യൂട്രൽ ഡ്രൈവ്. അതാ ഇവിടെ ഒരു നമുക്കൊരു ലെതർ റെഡ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് മറ്റേ പൊന്തി വരുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് മോന്തം നോക്കാം. ഇതുപോലെ കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഭംഗിയോട് നോക്കാം. സൺറൂഫ് ഇല്ല ഗൈസ്. ഇത് നമ്മുടെ മിററാണ് വരുന്നത്. സൺറൂഫ് ഇല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ഇവിടെ നമുക്ക് 2 കറക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെക്കാം. ഇത് കണ്ടോ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇതിങ്ങനെ എഴുതിയാ വണ്ടി ഓഫ് ആയല്ലോ. വണ്ടി എടുത്തോണ്ട് പോവാല്ലേ ഗൈസ്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. കാറിന്റെ കീ ഗൈസ്, നമുക്ക് ഇതെടുത്തോണ്ട് പോവാം ഗൈസ്. വേണമെങ്കിൽ മൈൻഡ് ഉണ്ടെങ്കിൽ ഇത് കാണാൻ വയ്യ. ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം. ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ബാക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫാമിലിക്ക് തന്നെ ഇരിക്കാൻ പറ്റിയ ഒരു ബാക്കാണ്. നല്ല ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള നല്ല ഒരു സീറ്റിംഗ് ആണ്. നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് തന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡറും വേണമെങ്കിൽ മറ്റൊരു ഡിവൈഡഡ് ബൈ 2 ആക്കിയിട്ട് ഇവിടെ കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു ലെതർ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് വെരി സ്പേഷ്യസ് ടു ബി ഓണസ്റ്റ്. ഒരു 4x4 ഫോണാണ്. 4x4 8. ഇതൊരു 4x4 കാറാണ് ഗൈസ്. ഇത് കൊള്ളാം, നല്ല ലുക്ക് ആയിട്ടുണ്ട്, അടിപൊളി. ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാം, മനോഹരമായിട്ടുണ്ട്. അവിടെ നമുക്ക് ഫ്ലഡ് ലൈറ്റ് വരുന്നുണ്ട്. മനോഹരമായ ഒരു ഫ്രണ്ട് ലൈറ്റും. അതെ, BYD ഒരു വലിയ ബാഡ്ജിങ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മണലിന്റെ മലകൾ ഒന്നും കൂടെ വ്യക്തമായി കാണാനുള്ള ലൈറ്റിംഗ് ആണ്. അതാണ് അത് ഫ്ലഡ് ലൈറ്റ്. ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. BYDയുടെ കാർസ് എന്നും നമ്മുടെ ഇതിനെയും കാട്ടിലും ബെറ്ററാണ്, നമ്മുടെ ടെസ്ലയും കാട്ടിലും. കംഫർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും കുറച്ചും കൂടെ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ഉണ്ടാവാറുണ്ട്. ചീപ്പ് ക്വാളിറ്റി ഫീൽ ചോദിച്ചോ. ഇരിക്കാനൊക്കെ ഭയങ്കര ഷോക്കാണ്. ബാക്കിലൊക്കെ ഭയങ്കര ഷോക്ക്. ഇതിന്റെ സീറ്റ് നീ കണ്ടോ, ബാക്ക് കണ്ടോ, അടിപൊളി. അതാണ് BYD. പ്ലാസ്റ്റിക് ഫീലാ, ഭയങ്കര ഇപ്പൊ മനസ്സിലായില്ല. ഞാൻ എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഉള്ളത് BYDയുടെ ഷാർക്ക് 6ന്റെ ന്യൂ ലോഞ്ച്. സ്കൂൾ വിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇവിടെ ബൊഫേ ഉണ്ട് കേട്ടോ. വലിയ ബൊഫേ ഒന്നുമില്ല, കുഞ്ഞു ബൊഫയാ. എടാ ഞാൻ ഭയങ്കര ഉണങ്ങിയില്ലോ എൻ്റെ മാവൊക്കെ ഭയങ്കര ഉണങ്ങിയില്ലേ, പൊലിഞ്ഞില്ല. അതാണ് ലൈറ്റിന്റെ ഗുണം. നമുക്ക് ഞങ്ങൾ ക്യാമറയില്ലേ എല്ലാവരും ഇപ്പൊ ലുക്കായിക്കൊണ്ടിരിക്കുകയാണ്. യാസറിന്റെ കല്യാണമാണ്. നമ്മള് നോക്കുന്നുണ്ടോ, അവള് ഇടക്കണ്ടിട്ട് നോക്കുന്നുണ്ട് നമ്മളെ. കുഴപ്പമില്ല, നമ്മള് വീഴത്തില്ല. നമ്മള് പ്രലോഭങ്ങളിൽ വീഴാത്ത പെണ്ണാണ്. കോപ്പി റൈറ്റ് ആടാ. എന്താ എന്നെ കളിക്കണ്ടേടാ. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, പക്ഷെ നേരത്തെ വന്നപ്പോൾ നല്ല വണ്ടിയാണ്. ഷാർക്ക് 6 എന്നാണ് വണ്ടിയുടെ പേര്. ഇതിൽ ഒരു പുതുമ ഞാൻ കേട്ടായിരുന്നു. 10 സെക്കൻഡ് ചാർജ്, അതായത് ഒരു ചാർജിങ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അത് ഏതോ 2-3 സ്ഥലത്തേക്കേ ഉള്ളൂ. 10 സെക്കൻഡിൽ ചാർജ് ചെയ്താൽ 20 കിലോമീറ്റർ കിട്ടുന്നു. ആ ലെവൽ ഓഫ് ബാറ്ററി പരിപാടിയാണ് അവന്മാർ പിടിച്ചേക്കണത്. പക്ഷേ സെലക്ട് ചെയ്തെടുത്ത് ആ ചാർജർ കിട്ടത്തുള്ളൂ. സംഭവം കൊള്ളാം, നല്ല ഒരു പൊളപ്പ വണ്ടി കാണിച്ചോടാ. Porsche 911. ആ വണ്ടിയുടെ നമ്പറും പൊളിയാണ് കേട്ടോ.
9111 311. ഓ എത്ര രൂപയാ അളിയാ വണ്ടി പോണുണ്ടോ അളിയാ ഗൈസ്. അത് കഴിഞ്ഞ ഉടനെ ബാക്കിൽ ഒരു മെർസഡീസ് ബെൻസിന്റെ ബ്രാബസ് G63. അത് ഭയങ്കര പൊക്കമല്ലേ? ഭയങ്കര പൊക്കം കാണിക്കാൻ അവൾ എവിടെ കയറി ഓടിക്കും, ലോറി ഓടിക്കും. എന്റെ പൊന്നളിയാ വണ്ടി നോക്കിയേ എന്റെ അമ്മോ. പിന്നെ BYD പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നമുക്കൊരു പവർ ബാങ്ക് ഫ്രീ ആയിട്ട് കിട്ടി ഗൈസ്. ഇതാണ് നമുക്ക് കിട്ടിയ പവർ ബാങ്ക്. പവർ ഹൗസ് നല്ല പവർ ഹൗസ് ഒക്കെ ആയി. ഓ ബൈ ദ വേ ഗൈസ്, നമ്മൾ ചിലപ്പോൾ ഒരു വെറൈറ്റി സാധനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പോഡ്കാസ്റ്റ് പരിപാടിയുമായി വരികയാണ്. ഈ ചാനലിൽ തന്നെ അൽഷ് സമയത്ത് തന്നെ വരും. ഒന്നും പ്രൊഫഷണലായിട്ട് ചിന്തിക്കരുത്, വെറുതെ നമ്മൾ ഇവിടെ ഇരുന്ന് ചുമ്മാ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും അവൻ പ്രൊഫഷണൽ മൈക്ക് വരും ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മളുടെ പോഡ്കാസ്റ്റ്. അവന്റെ മൈക്ക് ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല, ആമസോൺകാരൻ ഡെലിവറി ചെയ്യുന്നുള്ളൂ. തീയതി 20 അയ്യോ ഡേറ്റ് പറയണ്ട, ഈ ആഴ്ച എപ്പോഴെങ്കിലും വരും. അപ്പൊ എല്ലാരും ഒന്ന് ഇത് ചെയ്യാം. പിന്നെ ഇവൻ കാരണം അതില്ലേ ഇവൻ കാരണം എന്റെ മൂഡ് മാറ്റിയത് വേറെ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും സ്റ്റേ ട്യൂൺ ഗൈസ്. ടാറ്റാ ബൈ. അവൻ പിണങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ അപ്പുറത്ത് മറ്റേ എന്തൊരു പവർ ഗോൾഫ്, എന്തൊരു ടോപ്പ് ഗോൾഫ് എന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഇന്ന് അവന് കളിക്കണം. പോവില്ല. നമ്മള് വേറൊരു ദിവസം ടോപ്പ് ഗോൾഫിന് വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച് പവർ എന്റെ സമയം എനിക്ക്